നമസ്കാരം. ബ്രഹ്മോസിന്റെ കപ്പൽ വേദ പതിപ്പിന്റെ പരീക്ഷണം നാവികസേന വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാറിലായിരുന്നു ഈ പരീക്ഷണം. വെള്ളത്തിൽ ലക്ഷ്യം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു നാവികസേനയുടെ പരീക്ഷണം. കരയിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ ലക്ഷ്യം കൃത്യമായി ഭേദിച്ചായിരുന്നു മികവ് തെളിയിച്ചത്. ഇതുകൂടാതെ വ്യോമസേന സുഖോയി യുദ്ധവിമാനത്തിൽ നിന്നുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. നിരവധി നേട്ടങ്ങൾ ഇന്ത്യൻ നാവികസേന ഇത്തരം പരീക്ഷണങ്ങളിലൂടെ കൈവരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ നാവിക കപ്പൽ വേദ മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ചാന്ദിപൂരിലെ ഇൻഗ്രീഡ് ഗ്രേഡ് റേഞ്ചിൽ നിന്ന് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഇന്ത്യൻ നാവികസേനയും ചേർന്ന് നാവിക കപ്പൽ വിരുദ്ധ മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണങ്ങൾ നടത്തി. പരീക്ഷണത്തിൽ മിസൈലിന്റെ മാൻ ഇൻ ലൂപ്പ് സവിശേഷത വിജയകരമായി തെളിയിച്ചു. നാവിക കപ്പൽ വിരുദ്ധ മിസൈലിന്റെ വിജയകരമായ പരീക്ഷണത്തിന് DRDOയെയും ഇന്ത്യൻ നാവികസേനയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. പ്രതിരോധ ഗവേഷണ വികസന വകുപ്പ് സെക്രട്ടറിയും DRDO ചെയർമാനുമായ ഡോക്ടർ സമീർ വി കമാത്തും മുഴുവൻ DRDO ടീമിനെയും ഉപഭോക്താക്കളെയും വ്യവസായ പങ്കാളികളെയും അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ നേവൽ സീ കിങ് ഹെലികോപ്റ്ററിൽ നിന്നായിരുന്നു നാവിക കപ്പൽ വിരുദ്ധ മിസൈലിന്റെ പരീക്ഷണം നടത്തിയത്. സിമിക്കിംഗ് മോഡൽ പരമാവധി ശ്രേണിയിൽ ഒരു ചെറിയ കപ്പൽ ലക്ഷ്യത്തിൽ നേരിട്ട് ആക്രമണം നടത്താൻ കഴിയുമെന്നാണ് ഈ മിസൈൽ. റിട്ടാർഡ് ഗേറ്റിനായി പൈലറ്റ് ലൈവ് ചിത്രങ്ങൾ തിരികെ കൈമാറാൻ ഉപയോഗിക്കുന്ന ഉയർന്ന ബാൻഡ് വിഡ്ത്ത് 2-വേ ടാറ്റ്ലിംഗ് ഡിസൈറ്റും ഇതിൽ ഉൾക്കൊള്ളുന്നു. ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി, MSEകൾ, സ്റ്റാർട്ടപ്പുകൾ, മറ്റ് ഉൽപാദന പങ്കാളികൾ എന്നിവയുടെ സഹായത്തോടെ ഡെവലപ്മെന്റ് കം പ്രൊഡക്ഷൻ പാർട്ട്ണർമാരാണ് നിലവിൽ ഈ മിസൈലുകൾ നിർമ്മിക്കുന്നത്. പ്രതിരോധ ശേഷിയുടെ കണക്കനുസരിച്ച് പരീക്ഷണങ്ങൾ മിസൈലിന്റെ മാൻ ഇൻ ലൂപ്പ് സവിശേഷത തെളിയിച്ചിട്ടുണ്ട്. കൂടാതെ സ്കിമ്മിംഗ് മോഡൽ പരമാവധി ശ്രേണിയിൽ ഒരു ചെറിയ കപ്പൽ ലക്ഷ്യത്തിൽ നേരിട്ട് ആക്രമണം നടത്തി. ടെർമിനൽ മാർഗനിർദ്ദേശത്തിനായി മിസൈൽ ഒരു തദ്ദേശീയ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സിഗ്നൽ ഉപയോഗിക്കുന്നു. വിക്ഷേപണ മോഡിംഗ് ശേഷം ബെയ്റ്ററിംഗ് ഓൺലി ലോക്ക് ഓൺ രീതിയിലാണ് മിസൈൽ വിക്ഷേപിച്ചത്. അവയിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുക്കുന്നതിന് നിരവധി ലക്ഷ്യങ്ങൾ സമീപത്തുണ്ടായിരുന്നു. തുടക്കത്തിൽ ഒരു നിർദ്ദിഷ്ട തിരച്ചിൽ മേഖലയ്ക്കുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് മിസൈൽ പതിച്ചു. ടെർമിനൽ ഘട്ടത്തിൽ പൈലറ്റ് മറഞ്ഞിരുന്ന ഒരു ചെറിയ ലക്ഷ്യം തെരഞ്ഞെടുത്തു. അതിന്റെ കൃത്യമായ കൃത്യതയോടെ അത് ആക്രമിക്കപ്പെട്ടു. എന്തായാലും ഈ മിസൈൽ വിജയകരമായി. വെബ് ഡെസ്ക് തത്തുമൈ TV.